ചേരുകയാണ്. ശ്രീ ഷോൺ ജോർജ്, താങ്കൾ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടുന്നുണ്ടല്ലോ. ഇപ്പോൾ കോതമംഗലത്തെ ഈ ആത്മഹത്യ അതിന് പിന്നിൽ ലവ് ജിഹാദാണ് എന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്? ഇതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വരുന്നത്? എടുത്തു പറയേണ്ട ഒരു വിഷയം, ഇവിടെ സ്നേഹവിവാഹങ്ങളോ പ്രേമവിവാഹങ്ങളോ അല്ല നമ്മൾ എതിർക്കുന്നത്. മനഃപൂർവമായി പ്രണയക്കുരുക്കിൽപ്പെടുത്തി, പ്രണയ ചതിയിൽപ്പെടുത്തി മതം മാറ്റത്തിന് വേണ്ടി പ്രണയിക്കുന്ന, ഇപ്പൊ ഞാൻ പറയാൻ എന്റെ ഈ തൊട്ടടുത്ത്, എന്റെ തൊട്ട അയൽവക്കത്ത് യൂസഫ് എന്ന് പറയുന്ന എന്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. 15 വർഷമായി ഒരു ക്രിസ്ത്യൻ യുവതിയെ കല്യാണം കഴിച്ച് യൂസഫ് വളരെ സ്വസ്ഥമായി ജീവിക്കുന്നു. 3 കുട്ടികളുണ്ട്. അതല്ല ലവ് ജിഹാദ്. പിന്നെ അദ്ദേഹം തന്നെ ഇപ്പൊ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അദ്ദേഹം തന്നെ ഇപ്പൊ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു അന്യമതസ്ഥരെ കല്യാണം കഴിച്ചാൽ പിന്നെ മഹലുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ സമ്മർദ്ദം, അത് സമുദായം പ്രേരിപ്പിക്കുന്ന ഒരു സമ്മർദ്ദമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ കോതമംഗലത്തെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ആ പെൺകുട്ടിയുടെ ഇപ്പൊ ഭാസ്കർ സാർ തന്നെ പറഞ്ഞു, അവരെ ആത്മഹത്യാ കുറിപ്പിൽ കൃത്യമായി ആ കുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അവിടുത്തെ ഇത്തരത്തിലുള്ള പ്രലോഭനം ഉണ്ടാക്കിയ ആ റമീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മാതാപിതാക്കളെ കൂടാതെ അവിടെ മറ്റാളുകൾ ഉണ്ടായിരുന്നു. എവിടെയാണ് നടന്നത്? എവിടെയാണ് ഈ സംഭവം നടന്നത്? പാനായിക്കുളത്ത്. ആ പാനായിക്കുളത്ത് അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ മറ്റു ആളുകളുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കേരള പോലീസിന് സാമാന്യ ബോധമുണ്ടെങ്കിൽ ഇതിന്റെ പുറകിലെ സാന്നിധ്യത്തെ കുറിച്ച് അന്വേഷിക്കണം. കാരണം നടന്നത് പാനായിക്കുളത്താണ്. ആ പാനായിക്കുളത്തെ അടച്ചവമാനിക്കുകയല്ല, പക്ഷെ പാനായിക്കുളത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഇത്തരം സംഘടനകൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ഇതിനുവേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തി ആ കുട്ടിയെ മർദ്ദിച്ചു. അപ്പോ ഇതിനെതിരെ ഒരു നിയമം നിർമ്മിക്കണം, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു നിയമം ഉണ്ടാവും. പോലീസ് ഇപ്പൊ പറയുന്നതാണ്, ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ സെക്ഷൻ ഇടാൻ നിയമമില്ല. മതപരിവർത്തനത്തിന് വേണ്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇപ്പൊ എല്ലാരും പറയുന്നത് ലവ് ജിഹാദ് ഇല്ല, ലവ് ജിഹാദ് ഇല്ല. ശരിയാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇന്ന് വരെയും ഒരു സർക്കാർ പത്രത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ പേപ്പറിൽ എവിടെ എഴുതിപ്പെട്ടിട്ടുള്ള പേരല്ല. നിങ്ങൾ അതിന് ഇപ്പൊ അസർ സാർ പറഞ്ഞ മറ്റേതെങ്കിലും ഒരു പേര് കൂടി ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേരിട്ടോ. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളിപ്പോ അർഗ സാറ് സൂചിപ്പിച്ചു ലവ് ജിഹാദ് എന്ന്, പ്രേമ വിവാഹങ്ങളെല്ലാം ലവ് ജിഹാദ് ആണെങ്കിൽ ഞാനും ലവ് ജിഹാദുകാരനാണ്. മനസ്സിലായില്ല, ഞാനും സ്നേഹിച്ച് വിവാഹം കഴിച്ച ആളാണ്. പക്ഷെ എന്റെ ഭാര്യ കുട്ടികളെയായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് അവളുടെ മതസ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഇപ്പൊ ഈ കൊട്ടാരക്കരയിലുള്ള കുട്ടി, ആ കുട്ടിയുടെ മാതാവുമായിട്ട് ഞാൻ ഇന്ന് സംസാരിച്ചു. അത് അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ വലിയ മാനസിക സമ്മർദ്ദം ചെലുത്തിയാണ് അതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഇപ്പോ നിലമ്പൂർ സംഭവിച്ചൊരു കാര്യം പറഞ്ഞു. അവിടെ ഒരു വൈദികന്റെ പെങ്ങളുടെ കുട്ടിയാണ് സംഭവിച്ചത്. അവർ പരാതി പോലും കൊടുക്കാൻ അവര് തയ്യാറല്ല. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഭീഷണി മൂലം ഭയന്നും, അതുകൂടാതെ അവരുടെ ആത്മാഭിമാനം പണയം വെക്കാൻ ഇനിയും കഴിയാത്തതുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല. പക്ഷെ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം ഞാനും അംഗീകരിക്കുന്നു, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേം എവിടെയും ഡിറൈവ് ചെയ്തിട്ടില്ല. ആ ലവ് ജിഹാദ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് മാത്രം പറയരുത്. ശരി, അതിനുള്ള മറുപടി. ഇത് കോതമംഗലം മാത്രമല്ല, പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് ഈ രീതിയിൽ തന്നെ ഇസ്ലാം മതത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പ്രണയം നടിച്ചുള്ള ചെയ്തികളാണ് വരുന്നത്. അതാണ് പറയുന്നത്, അതാണ് കോതമംഗലത്തും സംഭവിച്ചത്. അത് തന്നെ നിലമ്പൂര് പറയുന്നു, കൊട്ടാരക്കരയിൽ പറയുന്നു. അല്ല മഞ്ജുഷ്, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളെ സാമാന്യവൽക്കരിക്കുക എന്ന് പറയുന്നിടത്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേരളത്തിൽ പ്രണയം നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ പ്രണയത്തിൽ അകപ്പെടുന്നില്ല, അവർ പ്രണയത്തിന്റെ ലോലമായിട്ടുള്ള വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നില്ല എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല. പ്രണയത്തിന് ജാതിയോ മതമോ ഒന്നുമില്ല. ഞാൻ വ്യക്തിപരമായി തന്നെ പറയാം, ഞാൻ ഒരു 4 നൂറ്റാണ്ട് മുമ്പ് പ്രണയ വിവാഹത്തിൽ അകപ്പെട്ട ആളാണ്. സ്വാഭാവികമായും എന്റെ ഭാര്യ മറ്റൊരു മതസ്ഥരും ആണ്. ഞാൻ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒരു ലവ് ജിഹാദ്, എന്റെ വിവാഹം ലവ് ജിഹാദ് ആണെന്ന് നാളെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അന്ന് ആ കാലഘട്ടത്തിൽ ഈ വാക്ക് പോലും ഉണ്ടാവാതിരുന്നത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ഒരു ലവ് ജിഹാദ് എന്ന അർത്ഥത്തിൽ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിലാണ് ഞാൻ എങ്ങനെ ഒരു പ്രണയ വിവാഹത്തിൽ ഏർപ്പെടുന്നത് എങ്കിൽ നിശ്ചയമായും ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ദുരാരോപണത്തിന്റെ മുനയിൽ നിൽക്കേണ്ടി വരും എന്ന ഗതികേടിലായിരിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇപ്പോ ആരെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർ പ്രണയത്തിലാവുകയാണെങ്കിൽ അവരുടെ മതം നോക്കി, അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു എന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള
ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പ്രണയത്തിന്റെ ചിത്രം മാറുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു രൂപഭാവം മാറുന്നു എന്ന ഗതികേടിലാണ് കേരളം എത്തി നിൽക്കുന്നത്. ഇതിൽ വളരെ കൃത്യമായി ചില രാഷ്ട്രീയ സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൽ ആരെങ്കിലും മുസ്ലിം മതസ്ഥരായിട്ടുള്ള ചെറുപ്പക്കാരാണെങ്കിൽ നിർബന്ധിതമായും അത് ലവ് ജിഹാദ് എന്ന വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൊട്ടാരക്കരയാണെങ്കിലും നിലമ്പൂരാണെങ്കിലും ഒടുവിൽ ഇപ്പൊ കോതമംഗലത്തും സംഭവിച്ചിട്ടുള്ളത്. അത് ദുരന്തങ്ങൾ മാത്രമാണ്. ആ ദുരന്തങ്ങളെ ഒരിക്കലും പ്രണയത്തിന്റെ തുലാസിൽ വെച്ച് ശരി, അതിനുള്ള മറുപടി ഷോൺ, അതിനുള്ള മറുപടി താങ്കൾക്ക് അതിനകത്ത് ഈ പാനായിക്കുളം ബന്ധം ഉന്നയിച്ചുകൊണ്ട് പാനായിക്കുളത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു എന്നതിനാൽ പാനായിക്കുളത്ത് മുമ്പ് നടന്ന സിമി ക്യാമ്പുമായിട്ട് ബന്ധപ്പെടുത്തിയ ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സംഘടനകളിലേക്ക് ഈ വിരൽ ചൂണ്ടുന്നു എന്നതല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ്? പോലീസ് ഏത് രീതിയിൽ അന്വേഷിക്കാനാണ്? എന്തായാലും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഇപ്പോൾ തോന്നുന്നുമില്ലല്ലോ. ഞാൻ ഈ ഒരാഴ്ച ഇപ്പൊ സാറ് പറഞ്ഞതിന് കൃത്യമായ വിശദീകരണം പറയാം. ഈ ഒരാഴ്ച മാത്രം കേരളത്തിന്റെ വിവിധ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിശ്ര വിവാഹം എന്റെ ലിസ്റ്റ് ഇരിപ്പുണ്ട്. 24 കൂടുതൽ പേരുടെ ലിസ്റ്റ് എന്റെ ചെയ്യുന്നുണ്ട്. അത് മുസ്ലിം യുവാക്കളും ഇതര മതസ്ഥരായ യുവതികളും. ഇതൊന്നും ലവ് ജിഹാദെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. 24 എണ്ണത്തിന്റെ ലിസ്റ്റ് ഞാൻ നിങ്ങളെ തരാം, നാളെ തരാം, എന്റെ ഇരിപ്പുണ്ട്. അതൊന്നും ലവ് ജിഹാദെന്ന് പറഞ്ഞില്ല. അപ്പൊ സാറ് പറയുന്ന പോലെ ഇവിടെ സ്വാഭാവികമായി ഇന്നത്തെ ചെറുപ്പക്കാർ പ്രണയം എന്ന വികാരത്തിൽ അവര് സ്നേഹിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്താൽ അതിനെ അല്ല സാർ ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതിനെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ഒരു ഇത് ഇവിടെ കൃത്യമായിട്ട് PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ PFIയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ അവിടെ കിട്ടിയ ഒരു കുറിപ്പ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്പൂരി കുട്ടിക്ക് 5 ലക്ഷം, നായർ കുട്ടിക്ക് 4 ലക്ഷം, ക്രിസ്ത്യൻ കുട്ടിക്ക് 4 ലക്ഷം, ഈഴവ കുട്ടിക്ക് 3 ലക്ഷം, പട്ടിയാതി കുട്ടിക്ക് 2 ലക്ഷം. അങ്ങനെ വില പറഞ്ഞ് ഇതര മാസ്കരെ പ്രണയം നടിച്ച് വശത്താക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന സംഘടനകൾ ഈ നാട്ടിൽ സജീവമായതുകൊണ്ട് തന്നെ അതിനെ ലവ് ജിഹാദ് എന്നല്ലാതെ മറ്റെന്ത് പേര് വിളിക്കും സാർ പറയണം. ഞാൻ പറഞ്ഞില്ലേ 24 കേസ് ഞാൻ നാളെ രാവിലെ വേണമെങ്കിൽ സാറിന് അയച്ചു തരാം. ഇപ്പോ 24 ആയിരിക്കില്ല, ഇപ്പോൾ നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ട് 30 ദിവസത്തെ കാലാവധിക്ക് നോട്ടീസ് ഇട്ടേക്കുന്ന 24 കേസ്. ആ 24 കേസിലും മുസ്ലിം ചെറുപ്പക്കാരാണ് വിവാഹം കഴിക്കുന്നത്. അതില് ഇതര മാസ്കരായ ഹിന്ദുവോ ക്രിസ്ത്യനോ ആയിട്ടുള്ള പെൺകുട്ടികളാണ്. അവരെ എവിടെയെങ്കിലും അതേതെങ്കിലും വിഷയങ്ങളിൽ ഞങ്ങൾ ലവ് ജിഹാദ് ആരോപിച്ചോ? ഇല്ലല്ലോ. ലവ് ജിഹാദിനെ ലവ് ജിഹാദ് അല്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ പേര് പറയാനും പറ്റുകയുമില്ല. ആ പേരില്ലല്ലോ, അത് ഡിറൈവ് ചെയ്തിട്ടില്ല. നിർബന്ധിത മതപരിവർത്തനം. ശരി, താങ്കളുടെ നിരീക്ഷണം പറയൂ രാഹുൽ. ഇക്കാര്യത്തിൽ എന്തായാലും BJP ശക്തമായിട്ട് തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ഷോൺ ഇതിന് പിന്നാലെ തന്നെ ഉണ്ട്. അതിലുള്ള പഠനങ്ങൾ പോലും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോതമംഗലത്തെ വിഷയം അത് ലവ് ജിഹാദ് എന്ന ഗണത്തിൽപ്പെടുത്താമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. 2 കാര്യങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായി നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കണം എന്നാവശ്യപ്പെട്ടത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്.